ഇന്ത്യ വ്യാപാര കരാറിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാർ രാജ്യത്തെ ട്രംപിന് വിറ്റെന്നും ലജ്ജാകരമെന്നും രാഹുൽ തുറന്നടിച്ചു. കരാർ പൂർണ്ണമായ കീഴടങ്ങലാണെന്നും രാജ്യത്തിന്റെ ഭാവിയെ പണയപ്പെടുത്തിയെന്നും രാഹുൽ പറഞ്ഞു. മുമ്പ് ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇനി വരുന്ന പ്രധാനമന്ത്രിമാരും ഇങ്ങനെ ചെയ്യില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Because the evidence is in Department of Justice files that have been released in the United States. Hardeep Puri's name is in it. Anil Ambani's name is in it. അതേസമയം എപ്സ്റ്റീൻ വിഷയവും ലോക്സഭയിൽ ഉന്നയിച്ച രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും അനിൽ അംബാനിയുടെയും പേര് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകളിലുണ്ടെന്ന് ബജറ്റ് ചർച്ചയിൽ രാഹുൽ പറഞ്ഞു. Speaker sir, at the center of our budget, if you look carefully, at the center of our budget, like I said, jujitsu mein grip dikhti hai, rajniti mein grip choke nahi dikhta. At the center of our defense budget is a choke applied by Mr. Adani. So I'd like to talk about Mr. Adani and the case in the United States against Mr. Ambani, because that is the central part of the budget. രാഹുലിന്റെ പ്രസംഗത്തിനിടെ പലതവണ ചെയറും ഭരണപക്ഷവും ഇടപെട്ടു. ബജറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമെന്ന് രാഹുലിനോട് ചെയർ പറഞ്ഞു. അനാവശ്യവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി. आपने प्रधानमंत्री जी का नाम लेकर के आप जो शब्द इस्तेमाल किया और जो आपने एलिगेशन लगाया, मैं चेयर के माध्यम से मैं आपको अनुरोध करता हूं और ये मेरा डिमांड भी है कि आपने जितना एलिगेशन लगाया है, चेयरमैन ने रूलिंग देने के बावजूद भी आपने एलिगेशन लगाया, आपको ऑथेंटिकेशन करना पड़ेगा. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, കഴിഞ്ഞ 6 ദിവസമായി സഭയിൽ സംസാരിക്കാൻ അനുവാദം ലഭിക്കാത്ത ഒരു രാഹുൽ ഗാന്ധി, എന്നാൽ ഇന്നിതാ സഭയിൽ കൃത്യമായി സംസാരിക്കാൻ ഒരു അനുവാദം ലഭിക്കുന്നു. ആ സമയം കൃത്യമായി രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ഇന്നത്തെ സഭയിലൂടെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലൂടെ കാണാൻ സാധിച്ചത്. അതിൽ ഇന്ത്യ US വ്യാപാര കരാർ മുതൽ കർഷകരുടെ ആശങ്ക മുതൽ അവസാനം ഇതാ എപ്സ്റ്റീൻ ഫയൽ വരെ ഉൾപ്പെടുത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് സഭയിൽ കാണാൻ സാധിച്ചത്. ബൽറാം, ശ്രീനിധി, കഴിഞ്ഞ 7 ദിവസത്തോളമായി രാഹുൽ ഗാന്ധിക്ക് ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച സംഘർഷം തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ ജനറൽ MM നർവാനിയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചത് എങ്കിൽ പിന്നീട് ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം സംസാരിക്കാൻ അവസരം തേടിയത്. എന്നാൽ ബജറ്റിലെ പൊതുചർച്ചയിൽ പാർട്ടി കോൺഗ്രസിന്റെ അംഗം എന്ന നിലയിലാണ് അദ്ദേഹം ഇന്ന് പങ്കെടുത്ത് സംസാരിച്ചത്. ഈ ബജറ്റിന്മേലുള്ള ചർച്ചയാണെങ്കിൽ പോലും താൻ ഉന്നയിച്ച വിഷയങ്ങൾ ബജറ്റിൽ പ്രസംഗം ആരംഭിച്ച് പിന്നീട് താൻ ഉദ്ദേശിച്ചിരുന്ന വിഷയത്തിലേക്ക് രാഹുൽ അതിവേഗം എത്തുകയാണ് ഉണ്ടായത്. ഈ ബജറ്റ് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദാനിയുടെ ശ്വാസം മുട്ടിക്കലാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഈ ബജറ്റിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായ ഇന്ത്യ US വ്യാപാര കരാറിലേക്ക് അദ്ദേഹം കടക്കുകയായിരുന്നു. ഈ കരാറിൽ പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്നുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ ആസ്തി എന്നുള്ളത് ഇന്ത്യയുടെ ഡാറ്റയാണ്. അതാണ് US ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിലേക്കുള്ള ഒരു തുറന്ന വാതിലാണ് ഈ കരാറിലൂടെ US നേടിയെടുത്തിരിക്കുന്നത് തുടങ്ങിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ അക്കാര്യങ്ങളെല്ലാം വലിയ വിട്ടുവീഴ്ചകൾ ഈ കരാറിന്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നു എന്നും ഇന്ത്യ സഖ്യമായിരുന്നു ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു വിലപേശൽ US-ഉമായി നടത്തിയിരുന്നത് എങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾ, ഇന്ത്യയുടെ ഡാറ്റ ഇത് തന്നെ ഏറ്റവും വലിയ ആസ്തിയായി കണ്ടായിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നത് എന്നും താല്പര്യങ്ങൾ പൂർണ്ണമായും തന്നെ സംരക്ഷിക്കപ്പെടുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഈ കരാറിലൂടെ പ്രധാനമന്ത്രി കീഴടങ്ങിയിരിക്കുന്നു US-ന് മുന്നിൽ എന്ന വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും കർഷകരെയും യുവാക്കളെയും വിറ്റിരിക്കുകയാണ് ഈ കരാറിലൂടെ എന്ന അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. ഒപ്പം തന്നെ അദ്ദേഹം ഈ നിലവിൽ ഈ കരാറിലൂടെ
ഊർജ്ജ സാമ്പത്തിക സായുധവൽക്കരണത്തിനാണ് വഴി തെളിഞ്ഞിരിക്കുന്നത് എന്ന വിമർശനവും ഉന്നയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അപ്രതീക്ഷിതമായി എപ്സ്റ്റീൻ ഫയൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളും രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചു എന്നുള്ളതാണ്. എപ്സ്റ്റീൻ ഫയലുകളിൽ കേന്ദ്രമന്ത്രി ഹർദീപ് പുരി ഒപ്പം തന്നെ അനിൽ അംബാനി എന്നിവരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം സഭയിൽ ഉന്നയിച്ച ഘട്ടത്തിൽ തടസ്സവാദങ്ങൾ ഉയർന്നിരുന്നു. ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ അദ്ദേഹത്തിന് ഈ പരാമർശങ്ങൾക്കെതിരെ രംഗത്തെത്തി. പലതവണ ചെയറിന്റെ ഇടപെടലുകൾ രാഹുലിന്റെ പ്രസംഗത്തിനിടെ ഉണ്ടായി. സഭയിൽ അംഗമല്ലാത്ത ആളുകളുടെ പേരുകൾ പരാമർശിക്കുന്നതിനെതിരെ ഒപ്പം തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് സംബന്ധിച്ചുള്ള തെളിവുകൾ സമർപ്പിക്കേണ്ടതാണ് തുടങ്ങിയ ഓർമ്മപ്പെടുത്തലുകൾ പലതവണ ലോക്സഭയിൽ ഉണ്ടായി. രാഹുലിന്റെ പ്രസംഗത്തിനിടെ പലതവണ ബൽറാം പറഞ്ഞതുപോലെ തന്നെ ചെയറും ഭരണപക്ഷവും ഇടപെട്ടെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പരമാവധി രാഹുൽ ഗാന്ധിക്ക് പറയാൻ സാധിച്ചു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇന്ന് സഭയിൽ കാണാൻ സാധിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.